എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം നേരുകയാണ്. വോട്ടും കട്ടനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വോട്ടും കട്ടനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എനിക്കിപ്പോൾ ഉള്ളത് സുജിത് ചന്ദ്രനും ആസിഫ് മുഹമ്മദുമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ച വിഷയം മലമ്പുഴ എന്നത്, പാലക്കാട് മലമ്പുഴ എന്നത് VS അച്യുതാനന്ദൻ്റെ, നമ്മുടെയൊക്കെ മുൻ മുഖ്യമന്ത്രിയായിരിക്കും, പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന, കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളിൽ ഏറ്റവും പ്രധാനിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ്. അവിടെ ഇത്തവണ ആരൊക്കെ മത്സരിക്കുമെന്ന് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുരേഷ്, അതായത് VS അച്യുതാനന്ദൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം, അദ്ദേഹം മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ഒരു ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ VS അച്യുതാനന്ദൻ്റെ മകൻ അവിടെ V അരുൺകുമാർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലൊരു ചർച്ചകൾ ഇന്ന് വരികയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും മലമ്പുഴ അതിനെ സ്വീകരിക്കുക? മലമ്പുഴയിലെ വോട്ടർമാർ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക? അങ്ങനെ വന്നാൽ അത് ഏത് തരത്തിലായിരിക്കും ആ മത്സരം? ഇടതുപക്ഷത്തിനാണോ അല്ലെങ്കിൽ UDFനാണോ? VSൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മളും പോകുന്നത്. എനിക്കൊപ്പം ആദ്യം ചേരുന്നത് സുജിത് ചന്ദ്രനാണ്. ഇത് ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്, പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ലിജോ, അതിപ്പോൾ ഇവർ രണ്ടുപേരുമാണ് മത്സരിക്കുന്നതെങ്കിൽ അരുൺകുമാറും അതേപോലെ തന്നെ പിന്നെ സുരേഷുമാണ് മത്സരിക്കുന്നതെങ്കിൽ എന്ന് പറയുന്നത് ലിജോ ആദ്യമേ അത് പറഞ്ഞു വെച്ചത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ VS എന്ന ലെഗസിയുടെ പിന്തുടർച്ച ഇതിലാർക്ക് കിട്ടും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്വന്തം നിലയിൽ കേരളീയ സാമൂഹിക മണ്ഡലത്തിൽ അടയാളപ്പെട്ട വ്യക്തികളല്ല ഇവർ രണ്ടുപേരും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ വികസിച്ചത്? ഇവിടുത്തെ അടിയാള വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമരങ്ങളിലൂടെയാണ് പാർട്ടിയുടെ പടുത്തുയർത്തപ്പെട്ടത്. അപ്പോൾ ആ രാഷ്ട്രീയ ലൈനിൽ കൂടെയാണ് VS എന്ന രാഷ്ട്രീയ വ്യക്തിത്വം വളർന്ന് വികസിച്ച് മഹാമേരുവായി മാറിയത്. VSൻ്റെ അവസാന ഘട്ടത്തിൽ, ആ സമര ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു 10-12 വർഷം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഒപ്പം ഫയലും പിടിച്ച് നടന്നത് കൊണ്ട് മാത്രം കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ സുരേഷ് അടയാളപ്പെടുന്നൊന്നുമില്ല. VSൻ്റെ മകനായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അരുൺകുമാറും അടയാളപ്പെടുന്നില്ല. അരുൺകുമാർ ഇതിൽ പറഞ്ഞ പ്രതികരണം ചോദിച്ചവരോട് പറഞ്ഞു, ഞങ്ങളൊരു പാർട്ടി കുടുംബമല്ലേ, പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് ആ ഭാഗത്ത് ഞാൻ നിൽക്കും. അദ്ദേഹത്തിന് ചിലപ്പോൾ മത്സരിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടാവും. തിരിച്ച് സുരേഷ് പറഞ്ഞത് എന്താ, VSൻ്റെ മകനാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ എനിക്ക് ഒരു പുനർവിചിന്തനം വേണ്ടിവരും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, VSൻ്റെ മകൻ പറഞ്ഞത്, VS അരുൺകുമാർ പറഞ്ഞത്, സുരേഷിൻ്റെ മത്സരാർത്ഥിത്വം വ്യക്തിപരമായിരിക്കും ഉണ്ടാവുകയാണെങ്കിൽ, എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല, എന്നെ പാർട്ടി നിയോഗിക്കുകയാണെങ്കിൽ അത് പൊളിറ്റിക്കലായിരിക്കും. അതിൽ തന്നെയുണ്ട് എല്ലാ മറുപടിയും. ഇനി രണ്ടാമത്തെ കാര്യം, ഇവരങ്ങോട്ട് മത്സരിക്കുകയാണെന്ന് വെച്ചാൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? UDF സ്വതന്ത്രനായിട്ട് സുരേഷ് വരികയാണെങ്കിൽ പോലും അവിടുത്തെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് 10,000-30,000 വോട്ട് മാത്രം വാങ്ങുന്ന സംഭരിക്കുന്ന ഒരു കക്ഷിയാണ് കോൺഗ്രസ്. ലതിക സുഭാഷ് ഒടുവിൽ 2011 മത്സരിച്ചപ്പോൾ മാത്രമായിരുന്നു 2ാം സ്ഥാനത്ത് നിന്ന്. C. കൃഷ്ണകുമാർ അതിനുശേഷം പിന്നെ 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് അവിടെ BJP 2ാമത്തെ കക്ഷിയാണ്. അവരുടെ ക്ലാസ് മണ്ഡലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സുരേഷിനെ പോലെ അതീവ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടിട്ട് BJPക്ക് ഒരു എഡ്ജ് കൊടുക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാവുക. ഇനി അടുത്ത കാര്യം, സുരേഷ് അവിടെ വരുമ്പോൾ ഉടനെ VS അരുൺകുമാറിനെ തന്നെ അവിടെ മത്സരത്തിന് ഇറക്കി ഇങ്ങനെ ഇല്ലാത്ത ഒരു ശത്രുവിനെ, ഇല്ലാത്ത ഒരു എതിരാളിക്ക് ഒരു മഹാപരിവേഷം കൊടുക്കാനുള്ള ഒരു മണ്ടത്തരം CPM-ഉം LDF-ഉം കാണിക്കില്ല എന്നാണ് ആദ്യം എനിക്ക് പറഞ്ഞത്. ഇത് 2-3 കാര്യങ്ങൾ. ഒന്ന്, വളരെ നന്നായി അവിടെ മത്സരിച്ച് ജയിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ CPM. അവിടെ VS മാറിയതിന് ശേഷവും അവിടെ മത്സരിച്ച് ജയിക്കാവുന്ന കപ്പാസിറ്റി അവിടെ ഉണ്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചർച്ച വരുന്നത്. അത് അവിടെ ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സുചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഈ ഒരു എതിരാളിയെ നേരിടാൻ അങ്ങനെ ഒരു വേറെ എതിരാളിയെ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടോ? 24,000-25,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ അവിടെ CPM ജയിച്ചത്. എനിക്കൊന്ന് പാർട്ടി അങ്ങനെ ഒരു ആലോചന പോലും നടത്തിയിട്ടുണ്ടാവില്ല മാധ്യമങ്ങളല്ലാതെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ട് ഞാൻ പറയാം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം സുരേഷിനെ നേരിടാൻ VSൻ്റെ മകനെ ഇറക്കേണ്ട കാര്യമില്ല. ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയുമായിരുന്നല്ലോ, പാർട്ടി ജയിക്കുമ്പം ഞാൻ തോക്കും, VSൻ്റെ ഞാൻ ജയിക്കുമ്പോൾ പാർട്ടി തോക്കും. അത് മാറ്റിമറിച്ച മണ്ഡലമാണ് മലമ്പുഴ. ആദ്യഘട്ടത്തിൽ ഭൂരിപക്ഷം കുറവായിരുന്നെങ്കിൽ പോലും പിന്നീട് VSനെ വലിയ രീതിയിൽ ഭൂരിപക്ഷം കൊടുത്ത് തന്നെ വിജയിപ്പിച്ചു വന്ന മണ്ഡലമാണ് മലമ്പുഴ. ആ മലമ്പുഴയ്ക്ക് ഇപ്പോൾ ആ ഒരു അടിത്തറ അവിടെ ഉണ്ട്. അവിടെ ഒന്നാമത്തെ കാര്യം, അവിടെ സുരേഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വലിയൊരു UDFൻ്റെ ഒരു തുരുപ്പ് ചീട്ടോ അല്ലെങ്കിൽ UDF ഒരു എന്താണ് ബ്രഹ്മാസ്ത്രം എറിഞ്ഞു എന്ന് കരുതാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനം അവിടെ ഇല്ല. കാരണം സുരേഷ് എന്ന് പറയുന്ന ആൾ അത് VSൻ്റെ
കൂടെ നടന്നതിൻ്റെ അപ്പുറത്തേക്ക് വി എസിൻ്റെ എന്തെങ്കിലും ലെഗസി കിട്ടാൻ പാകത്തിലുള്ള ആളല്ല സുരേഷ്. വി എസിൻ്റെ ലെഗസി എന്ന് പറയുന്ന പാർട്ടിയാണ്. അവിടെ പാർട്ടി കൊണ്ടിരുന്ന ഏത് സ്ഥാനാർത്ഥിയാണോ ആ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്കവിടെ വി എസിൻ്റെ ലെഗസി നിലനിർത്തുന്നത് പറയാൻ കഴിയുക. മാത്രമല്ല സുരേഷിൻ്റെ പല കാര്യങ്ങളും ഇനി കൂടുതൽ ചർച്ച ചെയ്യാം കേട്ടോ. പണ്ട് വി ഡി സതീശൻ്റെ ഇപ്പോൾ സോഷ്യലിസ്റ്റ് വി ഡി സതീശനാണെന്ന് പറയാനുള്ള പോകുന്നത്. ഈ വി ഡി സതീശൻ ഈ ഗോൾവാക്കറുടെ പടത്തിൽ മാലയിട്ട് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അന്ന് വി ഡി സതീശൻ വി എസിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു. വി എസ് ആർ എസ് എസിൻ്റെ പരിപാടി പങ്കെടുത്തു. അന്ന് ആ വി എസിനെ പ്രതിരോധിക്കാൻ സുരേഷ് ഇട്ട പോസ്റ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ വി എസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ചാരി നിങ്ങൾ ആർ എസ് എസിൻ്റെ പരിപാടിക്ക് പോയതിനെ മറയിടാൻ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട ആളാണ് സുരേഷ്. ആ സുരേഷാണ് ഇപ്പോൾ മറ്റേ നല്ല സോഷ്യലിസ്റ്റാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ പോകുന്നത്. സുരേഷിന് കോൺഗ്രസിലേക്ക് പോകാം, സുരേഷിൻ്റെ രാഷ്ട്രീയ താല്പര്യം നിർത്തി കോൺഗ്രസിലേക്ക് പോകാം. അതങ്ങ് പോയി അങ്ങ് മത്സരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് അത് വി എസിനെ അതിന് ചാരണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ വി എസിനെ ചാരിയിട്ട് സുരേഷിന് ഒരു മെച്ചവും കിട്ടാൻ പോകുന്നില്ല താനും. അതിൻ്റെ അപ്പുറത്തേക്ക് അരുൺകുമാറിനെ ഇറക്കിയൊന്നും CPM അതിനെ നേരിടാനും പോകുന്നില്ല. കാരണം സുരേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അതീവ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ. ഈ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചയ്ക്കപ്പുറത്തേക്ക് വോട്ട് നേടാനോ ജനങ്ങൾക്കിടയിൽ അറിയാവുന്ന ആളാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. 2013 സുരേഷിനെ പാർട്ടി പുറത്താക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 13 വർഷമായി. ഈ കഴിഞ്ഞ 13, അതായത് വി എസ് അച്യുതാനന്ദനൊപ്പം ഉണ്ടായിരുന്ന ആൾ എന്ന ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ സമയത്തിന് ശേഷമുള്ള 13 വർഷം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ ഏതെങ്കിലും തരത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ മുമ്പോട്ട് പോയത് ഒരാളല്ല. അപ്പോഴും വി എസിന്റെ ലെഗസിയിൽ നിന്നിട്ടുള്ള ആൾ. ആ ലെഗസിക്കുള്ള ഇടയ്ക്കിടയ്ക്ക് പ്രസ് സെക്രട്ടറി അല്ലേ കെ ബാലകൃഷ്ണനും വി കെ ശശി 3 പേര് പുറത്തു പോകുന്നു. അതിനുശേഷം ഇദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിൽ ചില ഇടത് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കൽമണ്ഡപം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സമയത്താണല്ലോ പോകുന്നത്. അപ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറി തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ വി എസിൻ്റെ ഒപ്പം കൂടി ആ സമയത്തെ കേരളത്തിലെ സവിശേഷമായ CPM രാഷ്ട്രീയ സാഹചര്യത്തിൽ വിഭാഗീയതയിൽ വലിയ തോതിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതിലെല്ലാം വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം പോയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പോൾ മാരാരിക്കുളത്ത് വി എസ് തോറ്റ സമയമുണ്ടല്ലോ, ആദ്യത്തെ വി എസിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ബ്ലോഗ് കിട്ടുന്ന സമയത്ത്, ആ സമയത്ത് TK പളനിയുടെയും പിന്നെ CK അല്ലേ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, CK ദിവാരൻ അല്ലേ, അല്ല അവരൊക്കെ അവിടെ മാരാരിക്കുളത്ത് തോക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് പിന്നാലെ പാർട്ടി നടപടി വരുന്നു. വി എസ് ഉഗ്രരൂപിയായി പ്രതാപശേഷിയുള്ള ആളായിട്ട് നിൽക്കുന്ന സമയമാണ്. അതിനുശേഷം നടക്കുന്ന പാലക്കാട് സമ്മേളനത്തിൽ CITUവിനെ വെട്ടി നിർത്തുന്നുണ്ട്. ആലപ്പുഴയിൽ TJ ആഞ്ചലോസ് ഒക്കെ അടക്കമുള്ളവർ പുറത്താവുന്ന സമയത്ത് പോലും വി എസ് പാർട്ടി അച്ചടക്കം വിടുകയോ പാർട്ടി സംഘടന ശരീരം വിട്ടിട്ട് പുറത്തു പോകുന്നത് അങ്ങനെയുടെ സ്വപ്നത്തിൽ പോലും അദ്ദേഹം ആലോചിച്ചിട്ടുള്ള കാര്യമല്ല. അതിനുശേഷം ഒരു പതിറ്റാണ്ടിനു ശേഷം വളരെ സജീവമായിട്ടുള്ള ഈ വിഭാഗീയത പാർട്ടിക്കകത്ത് കൊടിക്കുത്തി ഇപ്പോൾ വി എസ് പുറത്തു വരും എന്ന് പറഞ്ഞിട്ട് വി എസിൻ്റെ പുറകെ നിന്ന ആളുകളൊക്കെ പറഞ്ഞും പ്രചരിപ്പിച്ചു വരുന്ന സമയത്തും പാർട്ടിക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു പാർട്ടിയെ നന്നാക്കാനുള്ള ഒരു ശ്രമത്തിന് ഒരു ഘട്ടത്തിലും വി എസ് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അത് നാട്ടുകാർക്ക് അറിയാം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ 1-2 കണക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെറുതെ നമ്മൾ നടത്തുന്ന ചർച്ച പോലും അപ്രസക്തമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഇപ്പോൾ 2021 A. പ്രഭാകരൻ അവിടുന്ന് ജയിച്ചത് 75,934 വോട്ട് നേടിയിട്ടാണ്. ഭൂരിപക്ഷം 25,734 വി എസ് അതിന് മുമ്പ് 2016 ജനിച്ചപ്പോൾ ഭൂരിപക്ഷം 27,142 ആയിരുന്നു. അതിനു മുമ്പ് 2011 ലതിക സുഭാഷും വി എസും കൂടെ മത്സരിച്ച വിവാദം ഒക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ 23,440 അങ്ങനെ ഒരു മണ്ഡലമാണിത്. അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ക്രമേണ കുറഞ്ഞു വന്നൊരു 35,000-ൽ ഫിക്സ്ഡായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ A. സുരേഷിനെ കൊണ്ടുപോയിട്ട് എന്തും മാറ്റം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ടോക്കൺ മത്സരം നടത്താം എന്നുള്ളത്. അതിൽ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF അതായത് ഈ ഇത്തരം വലിയൊരു കാറ്റൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലും മലമ്പുഴ പോലൊരു മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ കൊള്ളാവുന്ന ഒരു UDF സ്ഥാനാർത്ഥി നിർത്താൻ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് പലപ്പോഴും പല ആളുകളെ ഇറക്കിയാണല്ലോ. പാച്ചേനിനെ ഇറക്കുന്നു, അല്ലെങ്കിൽ ലതിക സുഭാഷ്. അവസാനം ഒരു കോമ്പറ്റീഷൻ കൊടുത്തത് സതീശൻ പാച്ചേനി. മലമ്പുഴ മണ്ഡലത്തിലേക്ക് വന്ന അവരെല്ലാം പുറത്തുനിന്നാണ് വന്നത് എന്ന് പറയുന്ന പോലെ തന്നെ പുറത്തുനിന്ന് ആളുകൾ വന്ന് മത്സരിക്കുന്നത്. UDF കാലാകാലങ്ങളായി അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ സ്ഥാനാർത്ഥികൾ നിർത്താൽ മലമ്പുഴയിൽ നിന്നൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാലക്കാട് നിന്ന് സ്ഥാനാർത്ഥിക്ക് അപ്പുറം ലതിക സുഭാഷോ സതീശൻ പാച്ചേനിയെ പോലുള്ളവർ വന്നു മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള. അപ്പോൾ അവരെ നോക്കുമ്പോൾ അവർക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഒരു ലെഗസി എന്ന നിലയ്ക്ക് ഈ ലെഗസിയെ കടമെടുക്കാം
എന്നതായിരിക്കണം യഥാർത്ഥത്തിൽ UDF അതിൽ ഉപയോഗിച്ചൊരു ബുദ്ധിയെന്ന് തോന്നുന്നു. അപ്പം യാത്ര വരുന്നു, യാത്രയിൽ കയറ്റി നിർത്താൻ പറ്റുന്ന ഒരാൾ എന്ന ഇത്രേ ഉള്ളൂ. ഞാനതാ പറയാൻ വി ഡി സതീശന്റെ വിസ്മയമാണല്ലോ ചർച്ച. ആ വിസ്മയത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു പുതിയ വിസ്മയം കൊണ്ടുവന്ന് ചാനൽ ചർച്ചകളിലും മാധ്യമം ഒരു തരത്തിലും സുരേഷ് അവിടെ ഇതിനു മുമ്പ് മത്സരിച്ച ഒരു കോൺഗ്രസ് നേതാക്കളുടെ പോലും അത്തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നേതാവല്ല. കാരണം മാത്രമല്ല, സുരേഷിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് അന്ന് പുറത്തു പോയപ്പോൾ പറഞ്ഞൊരു വാക്കൊക്കെ ഉണ്ട്. അതാണ് പാർട്ടി എന്നെ പുറത്താക്കിയാലും ഞാൻ പാർട്ടിയെ പുറത്താക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ സുരേഷ് പാളയത്തിലേക്ക് ചാടാൻ VS ഭരിക്കാൻ അതെ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ സുരേഷ് പാളയത്തിലേക്ക് ചാടാൻ VS ഭരിക്കാൻ കാത്തു നിന്നു എന്ന് എനിക്ക് തോന്നുള്ളൂ. അതിന്റെ പ്രത്യേകത ആത്മാവിനോട് ഞാൻ അതെ അത്ര സുരേഷിന് പോയി സിമ്പിളായിട്ട് പോയി അപ്പുറത്ത് പോയി മത്സരിക്കുകയോ സുരേഷിന്റെ എന്താണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒരു പുതിയ ചുവടുവെപ്പ് ഒക്കെ ചെയ്യാം. പക്ഷെ അതിന് ചുമ്മാ VSനെ ചാരുന്നതിന് ഒരു കാര്യമില്ല. അത് സുരേഷ് അപ്പുറത്തേക്ക് ചാടാൻ കാത്തിരുന്ന സുരേഷ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു സാധനം മാത്രമായിട്ട്. പക്ഷേ നമ്മുടെ സമയം അവസാനിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സുരേഷ് അവിടെ മിക്കവാറും മത്സരിക്കുമെന്ന് തീരുമാനിച്ചല്ലോ. അവിടെ അദ്ദേഹമാണ് മത്സരിക്കുന്നതെങ്കിൽ നേരത്തെ UDF സ്ഥാനാർത്ഥി നേടിയ വോട്ട് തന്നെ അദ്ദേഹം നേടാനും പോകുന്നില്ല, BJP വോട്ട് കൂടാനും പോകുന്നില്ല. എനിക്ക് ആ ഒരു പോയിന്റ് കൃഷ്ണകുമാർ അവിടെ കണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അതിനു മുൻപ് അവിടെ ഇപ്പോൾ ലാസ്റ്റ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, കൃഷ്ണകുമാർ എന്ന ആൾ അവിടെ BJPക്ക് അവിടെ ആ ബെൽറ്റിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ആളെന്ന നിലയ്ക്ക് ഉയർന്നു വരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി ഏകദേശം BJP അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി, എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വീക്കായിട്ടുള്ള ഒരു സ്ട്രാറ്റജി UDF എടുക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്ന BJPക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ്. ഡെഫിനറ്റ് ആയിട്ടും സുരേഷാണ് സ്ഥാനാർത്ഥി മലമ്പുഴയിലാവുന്നതെങ്കിൽ ഒരു കാരണവശാലും സുരേഷിന് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ VS അരുൺകുമാർ വരുമെന്ന് വിദൂരമായ അങ്ങേയറ്റം വന്യമായ രാഷ്ട്രീയ സ്വപ്നങ്ങളിലോ സങ്കല്പങ്ങളിലോ പോലും ഞാൻ കരുതുന്നില്ല. ഇനി ഒരു പക്ഷേ സുരേഷാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ നിലവിലുള്ള സ്റ്റാറ്റസിനേക്കാളിൽ പരിതാപകരമായിട്ടായിരിക്കും UDF എന്ന് ലാൻഡ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഓൾറെഡി തന്നെ CPM ഒരു കരുത്തുള്ള സ്ഥാനാർത്ഥിയുണ്ട്. അവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റുന്ന സ്ഥാനാർത്ഥിയല്ല അരുൺകുമാർ. അതെ അരുൺകുമാർ ഒരു കാരണവശാലും നിലവിലുള്ള MLAക്ക് അതിജീവിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല. അത് അവിടെ VSന്റെ മകനെന്നുള്ള രീതിയിൽ വോട്ട് പിടിക്കേണ്ട യാതൊരു സാഹചര്യമില്ല. എനിക്ക് ആസിഫ് ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെയാണ് ഞാൻ അവസാനം പറഞ്ഞെത്തുന്നത്. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബഹളം എന്നുള്ളൊരു പാർട്ടി തെരഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞു വരുമ്പോൾ ഒരു ലെഗസി ചർച്ച എന്ന് പറയുന്ന സ്വാഭാവികമായും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആളെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇടത് പ്രവർത്തകരെല്ലാവരും ആഘോഷിക്കുന്ന അദ്ദേഹം ഒരു ഇടത് നേതാവ് എന്ന നിലയ്ക്കാണ്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പാരമ്പര്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളുടെ ഒന്നും പേരിൽ അദ്ദേഹത്തിൻ്റെ ലെഗസിയെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണോ എന്നത് ഏവർക്കും തോന്നുന്ന സംശയമാണ് നമുക്കും തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ അത്തരത്തിലൊരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ അത് UDFനെ സംബന്ധിച്ച് അതൊരു കുറെ കൂടി ഒരു വീക്കായിട്ടുള്ള തീരുമാനമാണ് എന്നതാണ് നമുക്ക് തോന്നുന്നത്. അതിൽ തന്നെ ഈ വീക്കായ തീരുമാനത്തിൽ CPM വന്ന് വീഴുമോ, അത് വീഴാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. അങ്ങനെ വീഴുമോ എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്നത്. അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തതെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഏതായാലും ഇനി